അല്ല, എനിക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുകേഷ് എനിക്കെതിരായി പരാതി എത്ര ദിവസമായി പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നു. 4.5 വർഷക്കാലമായി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലിരിക്കുകയാണ്. ഒരു FIR ഇടുകയോ മുകേഷ് പ്രതിയായി ഒരു കേസ് എടുക്കുകയോ മുകേഷിനെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തില്ല. ഇവിടെ വിൻസെൻറ്റിനെതിരായും അതുപോലെ തന്നെ എൽദോസിനെതിരായും FIRകൾ ഇട്ടു, ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഇട്ടു. വിൻസെൻറ്റ് ജയിലിൽ കിടന്നു, ജാമ്യമെടുത്തു. കോൺഗ്രസ് പാർട്ടി അവരെ ആരെയും ആ ഘട്ടത്തിൽ സംരക്ഷിച്ചില്ലല്ലോ. അവർക്ക് ജാമ്യം കിട്ടുന്നതുവരെ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KP സെക്രട്ടറി ആയിരുന്ന വിൻസെന്റിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. KPC മെമ്പർ ആയിരുന്നു, അദ്ദേഹത്തെ അതാണ് ഞാൻ പറഞ്ഞത് പ്രാഥമികമായി അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അവസാനിപ്പിക്കട്ടെ. ഇവിടെ ജാമ്യം പറഞ്ഞോളൂ. അല്ല, തീർന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. 2016 കേരള നിയമസഭയിലെ ആദ്യ പിണറായി സർക്കാരിൻ്റെ ഗവൺമെൻറ് വന്ന ഉടനെ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങൾക്കെതിരെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച അന്നത്തെ ഒരു MLA ആണ് ഞാൻ. വടക്കാഞ്ചേരി സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് ആ കേസ് അന്വേഷിക്കുകയും അത് ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്ത ആളാണ് ഇന്ന് ഈ കമ്മിറ്റിയിൽ താങ്കൾ പറഞ്ഞ കമ്മിറ്റിക്കകത്തുള്ളത്. എനിക്ക് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായ നിലപാടുകളുണ്ട്. ഞാൻ പറയേണ്ട വേദികളിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതിനകത്ത് ഒരു മാറ്റവും ഇതുമായി ബന്ധപ്പെട്ടില്ല. ഇവിടെ വിൻസെന്റിന്റെ കാര്യത്തിൽ ഈ ഗവൺമെന്റ് കേസെടുത്തു, അദ്ദേഹത്തെ ജയിലിലിട്ടു. എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ കേസെടുത്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നോക്കി, അദ്ദേഹത്തെ മുൻകൂർ ജാമ്യം കിട്ടിയ ഇത്ര ബഹളം വെച്ച് തെരുവിലേക്ക് ഇറങ്ങുന്നത് വിൻസെന്റിന്റെ കാര്യത്തിലും എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിലും സംഭവിച്ചതുപോലെ കേസെടുക്കട്ടെ, ജയിലിൽ ഇടട്ടെ, ജാമ്യം കൊടുക്കാതിരിക്കട്ടെ, അതിനുശേഷം നമുക്ക് രാജി ചോദിക്കാം. അതല്ലേ മാന്യത? അല്ല, ഇതിനകത്ത് FIR പോലും ഇട്ടിട്ടില്ല. ഇതിനകത്ത് വളരെ ഗുരുതരമായ ഇപ്പൊ ചർച്ച ചെയ്യുന്നതല്ലോ. മിനു മുനീർ നാളെ കേസ് കൊടുക്കുന്നതോടുകൂടി FIR ഇടും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ SIT സ്വമേധയാ തന്നെ ഈ കേസ് എടുക്കും. അരുൺ, ഇതല്ലല്ലോ വിഷയം. ഞാൻ പറഞ്ഞെന്താണ്, ഹേമ കമ്മിറ്റി ഇതേവരെ ചർച്ചയ്ക്ക് വന്നിട്ടില്ല. സ്വാതന്ത്ര്യമില്ല. ഞാൻ അതിലേക്ക് എത്തിയില്ല. കാരണം SITക്ക് ഇപ്പോഴും ഈ ഹേമ കമ്മിറ്റിയിലെ വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാൻ കഴിയില്ല. ടേംസ് ഓഫ് റെഫറൻസിൽ അതില്ല. അതിനെ തുടർന്നുള്ള വെളിപ്പെടുത്തലുകളെ അന്വേഷിക്കാൻ പറ്റൂ. ഇപ്പോഴും സർക്കാർ ഹേമ കമ്മിറ്റിന്മേൽ ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. കോൺക്ലേവ് നവംബർ 4-ാം തീയതി ഉണ്ടെന്നാണ് കേട്ടത്. നമുക്ക് കാത്തിരിക്കാം. ഇരകളും വേട്ടക്കാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു കോൺക്ലേവിനായി. Debate with Arun Kumar.